ദ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പഠിച്ചു. അതായത് ഈവനിങ് ലൈൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു ബയോഗ്രഫി നമ്മൾ പഠിച്ചു. അടുത്ത രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഉസ്താദ് ബിസ്മില്ല ഖാനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദ ഷെഹനായി ഓഫ് ബിസ്മില്ല ഖാൻ എന്നുള്ളതാണ് പാർട്ട് 2-ന്റെ പേര്. നമുക്ക് നോക്കാം. ഷെഹനായി ഓഫ് ബിസ്മില്ല ഖാൻ. Emperor Aurangzeb banned the playing of a musical instrument called pungi in the royal residence for it had a shrill, unpleasant sound. Pungi became the generic name for the reeded noisemakers. Few had thought that it would one day be revived. A barber of a family of a professional musicians who had access to the royal palace decided to improve the tonal quality of the pungi. He chose a pipe with a natural hollow stem that was longer and broader than the pungi, and made 7 holes on the body of the pipe. When he played on it, closing and opening some of these holes, soft and melodious sounds were produced. He played the instruments before royalty and everyone was impressed. The instruments so different from the pungi had to be given a new name. As the story goes, since it was first played in the Shah chambers and was played by a nai, the instruments was named the Shehnai. Okay. So, Emperor Aurangzeb, അതായത് മുഗൾ എംപറർ ആയിരുന്ന ഔറംഗസേബ് എന്ത് ചെയ്തു? ബാൻഡ് ദ പ്ലേയിങ് ഓഫ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാൾഡ് പുങ്കി. അല്ലെ, പുങ്കി എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് തന്റെ കൊട്ടാരത്തിൽ പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്റെ ടെറിട്ടറിയിൽ പ്ലേ ചെയ്യുന്നത് ഔറംഗസേബ് എന്ന് പറയുന്ന മുഗൾ എംപറർ എന്ത് ചെയ്തു? ബാൻ ചെയ്തു. It had a shrill, unpleasant sound. എന്തുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്? ഒരു ഷ്രിൽ, പരിക്കനായിട്ടുള്ള, അൺപ്ലസന്റ്, കേൾക്കാൻ സുഖമില്ലാത്ത ശബ്ദമായിരുന്നു. Pungi became the generic name for a reeded noisemaker. അല്ലെ, generic name for reeded noisemakers. Reeded noisemaker. എന്താ reeded noisemaker എന്ന് വെച്ചാൽ നോക്കിയേ, wind instruments which have reeds like the flute, the clarinet. അല്ലെ, അപ്പൊ എന്താണ് റീഡഡ് ഇൻസ്ട്രുമെന്റ്? വിൻഡ് ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്താണ്? നമ്മുടെ ശ്വാസം കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സ് ഇതിനെയാണ് നമ്മൾ റീഡഡ് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ജനറിക് നെയിം ആയിരുന്നു ഈ പുങ്കി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പുങ്കിയിൽ നിന്ന് വരുന്ന മ്യൂസിക് എല്ലാം എന്താണ്? അൺപ്ലസന്റും ഷ്രില്ലിയുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഔറംഗസേബ് എന്ത് ചെയ്തു? ഇത് ബാൻ ചെയ്തു. Few had thought that it would one day be revived. അല്ലെ, പലരും ചിന്തിച്ചു ഇത് ഒരിക്കൽ റിവൈവ് ചെയ്യും എന്ന് വെച്ചാൽ എന്താണ്? റിവൈവ് ചെയ്യുന്ന വെച്ചാൽ റീ എനർജി കിട്ടും അല്ലെ, വീണ്ടും ഇത് മാറി വരും എന്ന് പലരും ചിന്തിച്ചു. ഈ ബാർബർ ഓഫ് എ ഫാമിലി ഓഫ് പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് അല്ലെ, പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ഒരു ബാർബർ ഫാമിലി, ഒരു ബാർബേഴ്സ് ആണ് അല്ലെ, മുടി വെട്ടുന്നവരാണ്, പക്ഷെ അവരെന്താണ്? മ്യൂസീഷ്യൻസുമാണ്. അവർക്ക് എന്തുണ്ടായിരുന്നു? ഹു ഹാഡ് ആക്സസ് ഇൻ ദ റോയൽ ഫാമിലി അല്ലെ, റോയൽ പാലസ് ഡിസൈഡ് ടു ഇംപ്രൂവ് ദ ടോണൽ ക്വാളിറ്റി ഓഫ്. അവരെന്ത് ചെയ്തു? ഈ പുങ്കിയുടെ ടോണൽ ക്വാളിറ്റി, ഇതിന്റെ ശബ്ദത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു അല്ലെ. അപ്പൊ കൊട്ടാരത്തിലൊക്കെ ആക്സസ് ഉള്ള, കൊട്ടാരത്തിലൊക്കെ കയറാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻസും ബാർബേഴ്സും ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരാള് എന്ത് ചെയ്തു? ഈ പുങ്കിയുടെ ടോണൽ ക്വാളിറ്റി, ഇതിൽ നിന്ന് വരുന്ന സംഗീതത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടോ he chose a pipe with a natural hollow stem. അല്ലെ, നാച്ചുറൽ ഹോളോ സ്റ്റെം ആയിട്ടുള്ള ഒരു പൈപ്പ് അദ്ദേഹം എടുത്തു. എന്നിട്ടോ that was longer and broader than the pungi. അല്ലെ, അത് ലോങ്ങർ, നീളമുള്ളതായിരുന്നു, ആൻഡ് ബ്രോഡർ, വിശാലമായിരുന്നു than the pungi. അല്ലെ, പുങ്കിയേക്കാൾ നീളവും വീതിയും കൂടിയ ഒരു ഹോളോ സ്റ്റെമ്മിൽ നിന്ന്, അതായത് നമ്മൾ മുളയോ വേയോ എന്നൊക്കെ പറയുന്ന സാധനത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹം കുറച്ച് നീളം കൂടിയതും വിശാലവുമായിട്ടുള്ള ഒരു പൈപ്പ് എടുത്തു. എന്നിട്ടോ and made 7 holes in the body of the pipe. ആ പൈപ്പിന്റെ ബോഡിയിൽ എന്ത്? 7 holes അല്ലെ, 7 holes. When he played on it, closing and opening some of these holes, soft and melodious sounds were produced. അല്ലെ, when he played on it, അയാൾ വന്നിട്ട് വായിച്ചപ്പോൾ, എങ്ങനെ വായിച്ചപ്പോൾ? ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് സം ഓഫ് ദീസ് ഹോൾസ് അല്ലെ, ചില ഹോൾസുകളെ അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ എന്താണ് ഈ ഇൻസ്ട്രുമെന്റ് വായിച്ചപ്പോൾ സോഫ്റ്റ് ആൻഡ് മെലോഡിയസ് സൗണ്ട്സ് വെയർ പ്രൊഡ്യൂസ്ഡ് അല്ലെ, മധുരമായിട്ടുള്ള എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, അതിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുക.
He played the instruments before royalty. അല്ലെ, അയാൾ എന്ത് ചെയ്തു? റോയൽറ്റിയുടെ മുന്നിൽ, രാജാവിന് മുന്നിൽ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ഈ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തു. ആൻഡ് എവരിവൺ വാസ് ഇംപ്രസ്ഡ്. എല്ലാവരും എന്ത് ചെയ്തു? അത് ഇംപ്രസ് ചെയ്തു. അല്ലെ, അത് ഇംപ്രസ്ഡ് ആയി. എല്ലാവരും അത് ആകർഷിച്ചു. The instrument was so different from the Pongi had to be given a name. അല്ലെ, അപ്പൊ പൊങ്കിയിൽ നിന്ന് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഇൻസ്ട്രുമെന്റിന് ഒരു പുതിയ പേര് കൊടുക്കുവാൻ തീരുമാനിച്ചു. As the story goes, കഥയനുസരിച്ച്, since it was first played in the Shah's chamber, ഇതൊരു ഷായുടെ, അല്ലെ, ഷാ എന്ന് വെച്ചാൽ രാജാവ് എന്നാണ്, അല്ലെ, ഒരു ഷായുടെ ചേംബറിൽ പ്ലേ ചെയ്തത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇത് പ്ലേ ചെയ്തത് ആരായതുകൊണ്ട് ഒരു നായ് എന്ന് വെച്ചാൽ ബാർബർ, അല്ലെ, ഹിന്ദിയിൽ നായ് എന്ന് വെച്ചാൽ ബാർബർ, അല്ലെ, അപ്പൊ എന്താണ്, ഒരു ഷായുടെ ചേംബറിൽ ഒരു നായ് പ്ലേ ചെയ്തത് കൊണ്ട് ഇതിനെ ഷഹനായ്, അല്ലെ, ഷഹനായുടെ സ്പെല്ലിംഗ് എ അല്ല, ഷായ്ക്ക് എ ആണെങ്കിലും ഇതിനെ സ്പെല്ലിംഗ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഷഹനായ് എന്ന് അറിയപ്പെടുന്നത്. ഷായുടെ ചേംബറിൽ നായ് പ്ലേ ചെയ്തു, അതുകൊണ്ട് ഷഹനായ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഷഹനായിക്ക് ഷഹനായി എന്ന പേര് കിട്ടുന്നതാണ് കഥ, അല്ലെ. ഒരു ബാർബർ ഷായുടെ മുന്നിൽ വന്ന് പ്ലേ ചെയ്തുകൊണ്ട് ഷായുടെ മുന്നിൽ നായ് പ്ലേ ചെയ്തു, ഷഹനായ്. ഓക്കെ. The sound of the shehnai began to be considered auspicious, and for this reason it is still played in the temples and in the indispensable component of any North Indian wedding. In the past, the shehnai was part of the Naubat or traditional ensemble of 9 instruments found at royal courts. Till recently, it was used only in temples and weddings. The credit of bringing this instrument onto the classical stage goes to Ustad Bismillah Khan. The sound of the shehnai, ഷെഹനായിയുടെ ഈ സൗണ്ട്, ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? began to be considered auspicious, വളരെ ഔസ്പീഷ്യസ് ആയിട്ട്. ഔസ്പീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് ഫോർച്യൂൺ, അല്ലെ, നന്മ അല്ലെങ്കിൽ നല്ലത്, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ശബ്ദമായിട്ട് ഷെഹനായിയുടെ ശബ്ദം മാറി. And for this reason, ഈ കാരണം കൊണ്ട് it is still played in temples and an indispensable component of any North Indian wedding, അല്ലെ. എല്ലാ ടെമ്പിൾസിലും എന്ത് ഈ ഷെഹനായിയുടെ എന്ത് സംഗീതം അവർ വായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ഇൻഡിസ്പെൻസിബിൾ കമ്പാനിയൻ, അവഗണിക്കാൻ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പാനിയൻ, ഒരു സഹചാരിയാണ് എന്തിന്റെ? എവരി നോർത്ത് ഇന്ത്യൻ വെഡിങ്, അല്ലെ. എല്ലാ നോർത്ത് ഇന്ത്യൻ വെഡിങ്ങിലും അതുപോലെ തന്നെ എല്ലാ മംഗളകർമ്മങ്ങൾക്കും, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നായി ഷെഹനായി മാറിയതുകൊണ്ട് ആ വെഡിങ്ങുകളിലും അതുപോലെ തന്നെ എന്താണ്? ടെമ്പിൾ, അല്ലെ, അമ്പലങ്ങളിലും എല്ലാം ഈ ഷെഹനായി വാദ്യം ഉപയോഗിക്കും. In the past, കഴിഞ്ഞ കാലങ്ങളിൽ, the shehnai was part of the Naubat or traditional ensemble of 9 instruments found at royal courts, അല്ലെ. റോയൽ കോർട്സിൽ കാണാൻ കഴിയുന്ന 9 instruments, അല്ലെ, നവവാദ്യങ്ങൾ. ഈ നവവാദ്യങ്ങളിൽ ഒന്നായിരുന്നു ഏതെന്ന് വെച്ചാൽ ഷെഹനായ്. Till recently, ഈ അടുത്ത കാലം വരെയും it was used only in temples and weddings. ഇത് എവിടെ മാത്രമായിരുന്നു കാണാൻ സാധിക്കുന്നത്? ടെമ്പിൾസിലും വെഡിങ്സിലും മാത്രമാണ്, അമ്പലങ്ങളിലും കല്യാണങ്ങൾക്കും മാത്രമായിരുന്നു ഷെഹനായ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The credit for bringing these instruments into classical stage, ഇതേ ഒരു ക്ലാസിക്കൽ സ്റ്റേജിലേക്ക് ബ്രിങ് ചെയ്ത് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആർക്കുള്ളതാണ്? goes to ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ബിസ്മില്ലാ ഖാൻ ആണ് ഇതിന്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ. അപ്പൊ ഷെഹനായി എന്ന് പറയുന്ന ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ ക്ലാസിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ആർക്കായിരുന്നു? ഉസ്താദ് ബിസ്മില്ലാ ഖാന് ആയിരുന്നു. ഇനി നമുക്ക് ഉസ്താദ് ബിസ്മില്ലാ ഖാനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് അതിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ഷെഹനായി എങ്ങനെ ഉണ്ടായി, ആരാണ് ഷെഹനായിയെ ക്ലാസിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇനി നമ്മൾ ഉസ്താദ് ബിസ്മില്ലാ ഖാനെ കുറിച്ച് പറയാണ്. As a 5-year-old, Bismillah Khan played Gilli Danada near a pond in ancient estate of Duramon in Bihar. He would regularly go to the nearby Biharji temple to sing a Bhojpuri chaida, at the end of which he would add a big laddu weighing 1.25 kilograms, a prize given by a local Maharaja. This happened 80 years ago, and the little boy has travelled far and the highest civilian award in India, the Bharat Ratna. But okay, as a 5-year-old, 5 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോൾ ബിസ്മില്ലാ ഖാൻ പ്ലേഡ് ഗില്ലി ദനാദ, അല്ലെ, ഗില്ലി ദനാദ എന്ന് പറയുന്നത് നിയർ എ പോണ്ട് ഇൻ ഏൻഷ്യന്റ് എസ്റ്റേറ്റ് ഓഫ് ഡുമറാവ് ഇൻ ബീഹാർ, അല്ലെ, ബീഹാറിലെ ഡുമറാവ് എന്ന് പറയുന്ന പോണ്ടിന് അടുത്ത് നിന്ന് ഗില്ലി ദനാദ എന്ന് പറയുന്നത് പ്ലേ ചെയ്യുമായിരുന്നു. എന്നിട്ടോ he would regularly go to the nearby Biharji temple to sing it the Bhojpuri chaida, അല്ലെ,
അതുപോലെ തന്നെ ഭോജ്പൂരി ചായ്ത വായിക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥന വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബീഹാർജി ടെമ്പിളിലേക്കും ഇദ്ദേഹം പോകുമായിരുന്നു. At the end of which, അപ്പോ ഇത് വായിച്ചു തീരുമ്പോ he would earn a big ലഡു weighing 1.25 kilograms. അല്ലെ, ഒരു വലിയ ലഡു, 1.25 കിലോ ഉള്ള ഒരു വലിയ ലഡു ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു. ആരാ കൊടുക്കുന്നത്? ബൈ ദ ലോക്കൽ മഹാരാജ. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ മഹാരാജാവ് അദ്ദേഹത്തിന് എന്ത് ലഡു നൽകുന്നു. This happened 80 years ago. ഇത് സംഭവിച്ചത് എത്ര കാലം മുന്നെയാണ്? 80 years ago ആണ്, 80 വർഷങ്ങൾക്ക് മുൻപാണ്. And the little boy has traveled far to earn the highest civilian award in India. അല്ലെ, the little boy has traveled far. അവിടെ നിന്നും ഈ പയ്യൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അവസാനം എന്ത് ഏൺ ചെയ്തു, എന്ത് നേടി? the highest civilian award in India, the ഭാരത് രത്ന. അല്ലെ, ഇന്ത്യയിലെ ഒരു പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ഭാരത് രത്ന വരെ അദ്ദേഹം നേടി. അല്ലെ, അപ്പൊ ആദ്യം കിട്ടിയ ആ 1.25 കിലോ ഉള്ള ലഡുവിൽ നിന്ന് അവസാനം എന്ത് വരെ അദ്ദേഹത്തിന് കിട്ടി? ഭാരത് രത്ന വരെ കിട്ടി. അത് ആ യാത്ര വളരെ വലിയ ഒരു യാത്രയായിരുന്നു. അല്ലെ, born on 21st March 1916, Bismillah belongs to a well-known family of musicians from Bihar. His grandfather, Rasul Bukhskan, was the Shehnai Nawaz of the Phojpur King's Court. His father, Paigambar Bukhs, the other paternal ancestors were also great Shehnai players. Okay, born on 21st March 1916. അപ്പോൾ ബിസ്മില്ല എന്നാണ് ജനിച്ചത്? 1916 മാർച്ച് 21. Bismillah belongs to a well-known family of musicians from Bihar. അല്ലെ, ബീഹാറിലെ വെൽ നോൺ, ഏറ്റവും അറിയപ്പെടുന്ന മ്യൂസീഷ്യൻസിന്റെ ഫാമിലിയിലാണ് ആര് ജനിച്ചത്? ബിസ്മില്ല ജനിച്ചത്. His grandfather, അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിരുന്ന റസൂൽ ബുഖ്സ്ഖാൻ, അല്ലെ, റസൂൽ ബുഖ്സ്ഖാൻ എന്ന് പറയുന്ന വ്യക്തി was the Shehnai Nawaz in the Phojpur King's Court. അല്ലെ, ഭോജ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിലെ ഷെഹനായി നവാസ് ആയിരുന്നു, എന്ന് വെച്ചാൽ ഷെഹനായി വിദഗ്ധനായിരുന്നു. His father Paigambar Bukhs, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനായ പൈഗംബർ ബക്സോ, and the other paternal ancestors, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് paternal ancestors എന്ന് വെച്ചാൽ അച്ഛന്റെ പിൻതലമുറ. അല്ലെ, എല്ലാവരും തന്നെ എന്തായിരുന്നു? ഓൾസോ ഗ്രേറ്റ് ഷെഹനായി പ്ലേയേഴ്സ്. അല്ലെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ എന്തായിരുന്നു? ഗ്രേറ്റ് ഷെഹനായി പ്ലേയേഴ്സ് ആയിരുന്നു. അല്ലെ, വലിയ വലിയ ഷെഹനായി വിദഗ്ധന്മാരായിരുന്നു. The young boy took to music early in life. At the age of 3, when his mother took him to his maternal uncle's house in Benares, Bismillah was fascinated watching the uncles practice the Shehnai. Soon Bismillah started accompanying his uncle Ali Bukhs to Vishnu temple of Benares, where Bukhs was employed to play the Shehnai. Ali Bukhs would play the Shehnai and Bismillah would sit captivated for hours on end. Slowly he started getting lessons in playing the instrument and would sit practicing throughout the day. For years to come, the temple of Balaji and Mangalamaya and the banks of the Ganga became the young apprentice's favorite haunts, where he could practice in solitude. The flowing waters of the Ganga inspired him to improvise and invent ragas that were earlier considered to be beyond the range of the Shehnai. The young boy took to music early in life. അല്ലെ, അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്തു? മ്യൂസിക്, അല്ലെ, സംഗീതം എന്ന് പറയുന്നത് ഇവന്റെ ജീവിതത്തിലേക്ക് കടന്നു. At the age of 3, മൂന്നാമത്തെ വയസ്സിൽ, when his mother took him to his maternal uncle's house, അല്ലെ, അവന്റെ അമ്മ അവന്റെ അങ്കിളിനെ, അല്ലെ, അമ്മാവന്റെ വീട്ടിലേക്ക് അവൻ കൊണ്ടുപോയപ്പോൾ, എവിടെയുള്ള? ഇൻ ബനാറസ്, അല്ലെ, ബനാറസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോ അതിനെയാണ് വാരണാസി എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ വാരണാസിയിലുള്ള അദ്ദേഹത്തിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മ അവനെ കൊണ്ടുപോയപ്പോൾ Bismillah was fascinated. Bismillah വളരെ fascinated means attracted, അല്ലെ, ആകർഷിക്കപ്പെട്ടു. Watching his uncles practicing the Shehnai. എന്ത്? അവന്റെ അമ്മാവന്മാരെല്ലാവരും എന്ത് വായിക്കുന്നു? ഷെഹനായി വായിക്കുന്നത് കേട്ട് ഇവൻ വളരെയധികം അതിലേക്ക് അട്രാക്റ്റഡ് ആയി, ആകർഷിതനായി. Soon Bismillah started accompanying his uncle. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ബിസ്മില്ല അവന്റെ അമ്മാവന്മാരെ അക്കമ്പനി ചെയ്യാൻ തുടങ്ങി, അല്ലെ, കൂടെ പോകാൻ തുടങ്ങി അവരുടെ. അല്ലെ, Ali Bukhs to Vishnu temple of Benares, where Ali Bukhs was employed to play the Shehnai. അല്ലെ, അപ്പൊ അവന്റെ അങ്കിളായിട്ടുള്ള അലി ബുക്സ്, ഇദ്ദേഹമാണ് എന്ത്? അവിടുത്തെ വിഷ്ണു ടെമ്പിളിലെ ഷെഹനായി പ്ലെയർ. അപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള അലി ബുക്സ് എന്താണ്? ഷെഹനായുമായിട്ട് വിഷ്ണു ടെമ്പിളിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ ഉസ്താദും അദ്ദേഹത്തെ പിന്തുടർന്ന് പോകും, അല്ലെ, ബിസ്മില്ലാ ഖാനും പിന്തുടർന്ന് പോകും. എന്നിട്ടോ Ali Bukhs would play the Shehnai and Bismillah would sit captivated for hours on end. അല്ലെ, എന്താണ്? Ali Bukhs would play the Shehnai. Ali Bukhs ഈ ഷെഹനായി വായിക്കും, and Bismillah would sit captivated for hours on end. അല്ലെ, എന്താണ്? ഒരുപാട് നേരം
ഇദ്ദേഹം ക്യാപ്റ്റിവേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഇതിൽ കണക്റ്റഡ് ആയി ബന്ധിക്കപ്പെട്ടതുപോലെ അല്ലെ ഈ മ്യൂസിക്കിൽ ബന്ധിക്കപ്പെട്ടതുപോലെ ഒരുപാട് നേരം ഇതിൽ മുഴുകി ആയിരിക്കും ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഇരിക്കുന്നത്. സ്ലോലി പതിയെ he started getting lessons in playing the instrument അല്ലെ പതിയെ പതിയെ എന്ത് കിട്ടാൻ തുടങ്ങി ഈ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്നുള്ള പാഠങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ടോ പ്രാക്ടീസിങ് ത്രൂ ഔട്ട് ദ ഡേ അല്ലെ ദിവസം ഉടനീളം അദ്ദേഹം ഇത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. For years to come, the temple of Balaji and Mangalmaya and the banks of the Ganga became the young apprentice's favorite house where he could practice in solitude. For years, വർഷങ്ങളോളം to come the temple of Balaji and Mangalmaya. അല്ലെ ബാലാജി ടെമ്പിളും മംഗളമായ ടെമ്പിളും അതുപോലെ തന്നെ എന്താണ് and the banks of Ganga അല്ലെ ഗംഗയുടെ ബാങ്ക്സും ഗംഗയുടെ തീരങ്ങളും എല്ലാം became the young apprentice's favorite homes. അല്ലെ ഈ കുട്ടിയുടെ എന്തായിരുന്നു ഫേവറേറ്റ് ഏരിയാസ് ആയിട്ട് മാറി. Where he could practice in solitude. അവിടെ അവൻ എന്ത് ചെയ്യാമായിരുന്നു സോളിറ്റ്യൂഡ് ഏകാന്തം അല്ലെ ഏകാന്തതയിൽ ഇരുന്ന് അവന് ധാരാളം പ്രാക്ടീസ് ചെയ്യണം. The flowing waters of the Ganga inspired him to improvise and invent ragas. അല്ലെ the flowing waters of Ganga ഗംഗയിലെ ഒഴുകുന്ന വെള്ളം അല്ലെ that inspired him to improvise and invent ragas. അല്ലെ അത് അദ്ദേഹത്തിന്റെ ഈ രാഗങ്ങളെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ രാഗങ്ങൾ കണ്ടെത്തുവാനും അദ്ദേഹത്തെ സഹായിച്ചു. That were earlier considered to be beyond the range of Shehnayi. അല്ലെ അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ രാഗങ്ങളെല്ലാം മുൻപ് കരുതിയിരുന്നത് ഷെഹനായിയുടെ റേഞ്ചിനും അപ്പുറമായിരുന്നു. അപ്പൊ ഷെഹനായിയുടെ റേഞ്ചിനും അപ്പുറമാണെന്ന് മുൻപേ കണ്ടിരുന്ന പല രാഗങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഷെഹനായി പ്ലേ ചെയ്തു. അതിനൊക്കെ അദ്ദേഹത്തെ സഹായിച്ചത് ഗംഗയുടെ ഈ ഒരു കാലം അല്ലെ. At the age of 14, Bismillah accompanied his uncle to Allahabad Music Conference. At the end of his recital, Ustad Faiz Khan patted the young boy's back and said, "One heart and you shall make it." With the opening of All India Radio in Lucknow in 1938 came Bismillah's break. He soon became an often heard Shehnayi player on radio. At the age of 14, 14ാമത്തെ വയസ്സിൽ Bismillah accompanied his uncle. Bismillah അദ്ദേഹത്തിന്റെ അങ്കിളിനോടൊപ്പം പോയി എവിടേക്ക് അലഹബാദ് മ്യൂസിക് കോൺഫറൻസ് അല്ലെ അലഹബാദ് മ്യൂസിക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ അങ്കിളിനോടൊപ്പം ബിസ്മില്ലാ. At the end of his recital അദ്ദേഹത്തിന്റെ റിസൈറ്റലിന് ശേഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ശേഷം ഉസ്താദ് ഫയസ് ഖാൻ patted the young boy's back അല്ലെ ഉസ്താദ് ഫയസ് ഖാൻ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന്റെ ഷോൾഡറിൽ തലോടി കൊണ്ട് പറഞ്ഞു work hard കഠിനമായി അധ്വാനിക്കൂ and you will make it നിനക്കത് കിട്ടുന്നു. With the opening of All India Radio in Lucknow in 1938 അല്ലെ 1938 ഓൾ ഇന്ത്യ റേഡിയോ ലക്നൌവിൽ ഓപ്പൺ ചെയ്തപ്പോൾ അല്ലെ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഇറ്റ് ബിക്കേം ബിസ്മില്ലാസ് ബിഗ് ബ്രേക്ക്. അത് ബിസ്മില്ലായുടെ കരിയറിൽ ഒരു ബ്രേക്ക് ആയി വന്നു. He soon became an often heard Shehnayi player on radio. അങ്ങനെ റേഡിയോയിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു ഷെഹനായി പ്ലെയർ ആയി ബിസ്മില്ല മാറി. ആൾക്കാരെല്ലാം റേഡിയോയിലൂടെ ഷെഹനായി കേൾക്കാൻ തുടങ്ങി. When India gained independence on 15 August 1947, Bismillah Khan became the first Indian to greet the nation with his Shehnayi. He poured his heart out into Rag Coffee from the Red Fort to an audience which included Pandit Jawaharlal Nehru, who later gave his famous Just with the Destiny speech. When India gained independence on 15th August 1947, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്താണ് ബിസ്മില്ലാ ഖാൻ became the first Indian to greet the nation with his Shehnayi. അല്ലെ ഷെഹനായി ഉപയോഗിച്ച് രാജ്യത്തെ ആദ്യമായി ഗ്രീറ്റ് ചെയ്തത് ആശംസിച്ചത് ആരായിരുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ആയിരുന്നു. He poured his heart out into Rag Coffee from Red Fort. അല്ലെ റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് രാഗ് കഫി എന്ന് പറയുന്ന ഒരു ഇത് ഷെഹനായിൽ അദ്ദേഹം എന്ത് ചെയ്തു വായിച്ചു. ആരോടാണ് അത് വായിച്ചു കേൾപ്പിച്ചത് ആർക്കിട്ടാണ് to an audience which included Pandit Jawaharlal Nehru, who later gave his famous speech Triced with Destiny. അല്ലെ അപ്പോ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന സ്പീച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് ആണ് ഇദ്ദേഹം ഷെഹനായില് എന്താണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വായിച്ചു. Bismillah Khan has given many memorable performances both in India and abroad. അല്ലെ ഇന്ത്യയിലും അബ്രോഡുമായിട്ട് ഇന്ത്യയിലും വിദേശത്തുമായി ധാരാളം പെർഫോമൻസ് ബിസ്മില്ലാ ഖാൻ കൊടുത്തിട്ടുണ്ട്. His first trip abroad was to Afghanistan. അദ്ദേഹം ആദ്യമായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. Where King Zahir Shah was so taken by the maestro and he gifted his priceless Persian carpets and other souvenirs. അല്ലെ
അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ഈ പെർഫോമൻസ് ആർട്ട് അവിടുത്തെ കിങ് ആയിരുന്ന സാഹിർ ഷാക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹം ഇദ്ദേഹത്തിന് ധാരാളം കാർപ്പറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് സമ്മാനമായി നൽകുകയും ചെയ്തു. The king of Afghanistan was not only want to be fascinated with Bismillah's music. അല്ലെ, ബിസ്മില്ലായുടെ സംഗീതത്തിൽ ഫാസിനേറ്റ് ആയത്, അട്രാക്റ്റഡ് ആയത് കിങ് ഓഫ് അഫ്ഗാനിസ്ഥാൻ മാത്രമായിരുന്നില്ല. Film director Vijay Bhatt was so impressed after hearing Bismillah played festival that he named a film after the instrument called Gunj Uti Shehnai. അല്ലെ, ഫിലിം ഡയറക്ടറായിരുന്ന വിജയ് ഭട്ട് ഇദ്ദേഹത്തിന്റെ ഷെഹനായി സംഗീതം കേട്ട് ഫാസിനേറ്റഡ് ആയി അദ്ദേഹം പുതിയൊരു സിനിമയും എടുത്തു. എന്തായിരുന്നു അതിന്റെ പേര്? ഗുൻജ് ഉത്തി ഷെഹനായി എന്ന് പറയുന്ന ഒരു സിനിമയും എടുത്തു. The film was a hit and one of Bismillah Khan's compositions, Dil Ka Kilana Hai Tu Gaya, turned out to be a nationwide chart buster. അല്ലെ, എന്താണ്? The film was a big hit. അല്ലെ, ഈ സിനിമ എന്തായി മാറി? വളരെ വലിയ ഹിറ്റായി മാറി. And one of Bismillah Khan's composition, Bismillah Khanന്റെ composition ആയിട്ടുള്ള എന്ത് ദിൽ ഖാ ഖിലാന ഹേ തൂ ഗയ എന്ന് പറയുന്ന ഗാനം turned out to be a nationwide chart buster. അല്ലെ, ഒരു നാഷൻ വൈഡ് ആയിട്ടുള്ള രാജ്യമുടനീളമുള്ള ഒരു ചാർട്ട് ബസ്റ്റർ എന്ന് വെച്ചാൽ റെക്കോർഡ് ബ്രേക്കർ, അല്ലെങ്കിൽ റെക്കോർഡ് ബ്രേക്കിംഗ് സോങ് ആയി അത് മാറി. Despite this huge success in the celluloid world, അല്ലെ, Bismillah Khan's ventures in film music were limited to Vijay Bhatt's Gunji Uti Shehnai and Vikram Sriniva's Kannada venture, Sandai Abana. I just can't come to terms with the artificiality and glamour of the film world, he says with emphasis. അപ്പൊ പറയാം, അപ്പൊ ഈ എന്താണ് ഫിലിം വേൾഡിൽ ഇത്രയും എന്താണ് ഇത് കിട്ടിയിട്ടും അദ്ദേഹം വെറും 2 സിനിമകൾ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒന്ന് ഏതാണ്? ഇദ്ദേഹത്തിന്റെ ഗുൻജ് ഉത്തി ഷെഹനായി എന്ന് പറയുന്ന സിനിമയും മറ്റൊരു കന്നഡ വെഞ്ചർ ആയിട്ടുള്ള ഏതാണ് സനാധി അബാന എന്ന് പറയുന്ന സിനിമ. ഈ 2 സിനിമകൾ മാത്രമേ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് കാൻ കം ടു ടേംസ് വിത്ത് ദ ആർട്ടിഫിഷ്യാലിറ്റി ആൻഡ് ഗ്ലാമർ ഓഫ് ദ ഫിലിം. അല്ലെ, ഫിലിം വേൾഡിന്റെ ഈ ആർട്ടിഫിഷ്യാലിറ്റി, കൃത്രിമത്വം, അല്ലെ, അതുപോലെ തന്നെ അതിന്റെ കണ്ടീഷൻസ്, അല്ലെ, അതിന്റെ കാര്യങ്ങളുമായിട്ടൊന്നും എനിക്ക് പൊരുത്തപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് സിനിമകളിൽ നിന്നെല്ലാം അദ്ദേഹം പിന്മാറി. അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ കെയിം തിക്ക് ആൻഡ് ഫാസ്റ്റ്. അല്ലെ, വളരെ വേഗത്തിൽ ഇദ്ദേഹത്തിന് അവാർഡ്സുകളും ബഹുമതികളും അതുപോലെ തന്നെ റെക്കഗ്നിഷൻസ്, അല്ലെ, പദവികളും എല്ലാം ഇദ്ദേഹത്തിന് കിട്ടാൻ തുടങ്ങി. Bismillah Khan became the first Indian to be invited to perform the prestigious Lincoln Center Hall in the United States of America. അല്ലെ, അപ്പോ അമേരിക്കയിലെ ഈ ലിങ്കൺ സെന്റർ ഹാളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് ബിസ്മില്ലാ ഖാൻ മാറി. He also took part in the World Exposition in Montreal, in the Cannes Art Festival and the Osaka Trade Fair. അല്ലെ, അങ്ങനെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസിൽ ആർക്ക് പങ്കെടുക്കാൻ സാധിച്ചു? ബിസ്മില്ലാ ഖാന് പങ്കെടുക്കാൻ സാധിച്ചു. So well known did he become internationally that an auditorium in Tehran was named after him, Tehran Mosque Ustad Bismillah Khan. അല്ലെ, അതുപോലെ തന്നെ എന്താണ് തെഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഓഡിറ്റോറിയം പോലും ബിസ്മില്ലാ ഖാന്റെ പേരിൽ ആക്കി. അല്ലെ, തെഹ്റാൻ മൊസീഖി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ എന്നാക്കി ആ ഓഡിറ്റോറിയത്തിന്റെ പേര്. നാഷണൽ അവാർഡ്സ് ലൈക്ക് പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ വേർ കൺഫേർഡ് ഓൺ ഹിം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡുകളായിട്ടുള്ള പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ അവാർഡുകളും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഭാരത് രത്ന, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 2001 അദ്ദേഹത്തിന് ഭാരത് രത്നയും. With the coveted award resting his chest and his eyes blinding with the rare happiness, he said, "All I would like to say is teach your children music. This is Hindustan's richest tradition. Even the West is now coming to learn our music." അല്ലെ, അപ്പോ 2001 ഭാരത് രത്ന മേടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? All I would like to say is, എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ teach your children music. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംഗീതം പഠിപ്പിക്കൂ. This is Hindustan's richest tradition. ഹിന്ദുസ്ഥാന്റെ, ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായ പൈതൃകമാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സംഗീതം എന്ന് വെച്ചാൽ. ഈവൻ ദ വെസ്റ്റ്, അല്ലെ, വെസ്റ്റ് പോലും, അതായത് വെസ്റ്റേൺസ് പോലും, പാശ്ചാത്യർ പോലും is now coming to learn our music. നമ്മുടെ സംഗീതം പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നില്ല. In spite of having traveled all over the world, ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും Hasan, as he fondly called, is an exceedingly fond of Benares and Damara and the remain for him for most wonderful towns of the world. അല്ലെ, അപ്പൊ എന്താണ് അദ്ദേഹത്തിന് ഏറ്റവും സ്റ്റേ ചെയ്യാൻ ഇഷ്ടം എവിടെ തന്നെയായിരുന്നു? ബനാറസും ഡമാറയും ഒക്കെ തന്നെയായിരുന്നു. A student of his once wanted him to get a Shehnai school in USA. അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു USA യിലുള്ള ഒരാള് എന്ത് അദ്ദേഹം USA യിൽ ഒരു സ്കൂൾ തുടങ്ങണം.
And the students promised to recreate the atmosphere of Benares by replicating the temples there. അല്ലെ അദ്ദേഹം എന്തുപോലും പറഞ്ഞു ബനാറസിന്റെ അതേ അറ്റ്മോസ്ഫിയർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അല്ലെ അമേരിക്കയിൽ ക്രിയേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എങ്ങനെ? ഒരു ടെമ്പിൾ പോലും ഉണ്ടാക്കി വെച്ച് തരാമെന്ന് പറഞ്ഞു. But Kansa asked him he would be able to transport river Ganga as well. Later he is remembered to have said, that is why whenever I am in a foreign country, I keep yearning to see Hindustan. അല്ലെ ഇപ്പൊ ചോദിച്ചു, പക്ഷേ നിനക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഗംഗാ നദിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ അല്ലെ. ഇപ്പൊ ഗംഗാ നദിയുടെ തീരമാണ് അദ്ദേഹത്തിന്റെ എന്ത് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗംഗാ നദി ഒരിക്കലും നിനക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കില്ല എന്നാണ് അദ്ദേഹം. ലേറ്റർ ഹി സെഡ്, പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി, എന്താണ്? whenever I am in a foreign country, എപ്പോഴൊക്കെയാണോ ഞാൻ ഒരു ഫോറിൻ കൺട്രിയിൽ ഇരിക്കുന്നത്, ഐ കീപ് yearning to see ഹിന്ദുസ്ഥാൻ, എനിക്ക് അപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് തോന്നും, എനിക്ക് തിരിച്ച് ഹിന്ദുസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്ക് വരണമെന്ന് തോന്നും. While in Mumbai I think of only Benares and Holy Ganga. ഞാൻ ഇനി മുംബൈയിൽ ആയിരുന്നാൽ പോലും ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്, ബനാറസ് ആൻഡ് ഹോളി ഗംഗ. I was the unique Mata of Damani. അല്ലെ ഞാൻ എപ്പോഴും എന്താണ് ഡമോറിലെ ആ യുണീക് മാതയെ അല്ലെ എന്താണ് ആ സംഗീതത്തെ ഞാൻ മിസ് ചെയ്യും, അതായത് ഗംഗാ സംഗീതം. ഉസ്താദ് ബിസ്മില്ലാ ഖാൻസ് ലൈഫ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. അല്ലെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. കൾച്ചറൽ ഹെറിറ്റേജ് സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം അല്ലെ അതിന്റെ ഒരു എന്തായിട്ടാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ജീവിതത്തെ കാണുന്നത്. One that effortlessly accept that the devout Muslim like him can very naturally play the Shahira every morning in Kashi Vishwanath temple. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു, കാശി വിശ്വനാഥ ടെമ്പിൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു, ഒരു എഫോർട്ടും ഇല്ലാണ്ട് വളരെ നോർമൽ ആയിട്ട് വന്നു നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഷെയറായി പ്ലേ ചെയ്യുന്നു അല്ലെ. അപ്പോ നമ്മുടെ റിലീജിയസ് ഹാർമണി അല്ലെ മതങ്ങളുടെ എന്താണ് ഐക്യം എന്ന് പറയുന്നത് ഉസ്താദ് ബിസ്മില്ലാ ഖാനിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിളിച്ച് അറിയിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അതിന്റെ സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ passed away on 21st August 2006 at the age of 90 after prolonged illness. അല്ലെ എന്താണ് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് 90-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, അദ്ദേഹം മരിച്ചുപോയി. അല്ലെ ഓഗസ്റ്റ് 21-നാണ് മരിക്കുന്നത്. He was given a state funeral and the government of India declared one day of national mourning. അല്ലെ അദ്ദേഹത്തിന് എന്താണ് എല്ലാ ബഹുമതികളോടുള്ള സംസ്കാരവും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് വൺ ഡേ ഓഫ് നാഷണൽ മോർണിംഗ് അല്ലെ ഒരു ദിവസം ദുഃഖാചരണവും ഏർപ്പെടും. ഓക്കെ, അതാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാനെ കുറിച്ചിട്ടുള്ള ലേഖനം. ഓക്കെ, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ബുക്കിൽ എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ.